ദേശീയ പക്ഷിയായ മയിലുകൾക്ക് അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഒരു സംരക്ഷണമൊരുക്കിയിരിക്കുന്ന പക്ഷി സങ്കേതമാണ് പാലക്കാട് ജില്ലയിലുള്ള ചൂലന്നൂർ മയിൽ സങ്കേതം. മയിലുകൾക്ക് പുറമെ മറ്റ് നിരവധി പക്ഷികളും ഈ ജൈവ വൈവിധ്യ മേഖലയിലുണ്ട്. കാണാം ഒരു റിപ്പോർട്ട്. മാനത്ത് മഴമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ചൂലന്നൂരിലെ മയിലുകൾ. വർണ്ണപ്പീലികൾ വിടർത്തിയുള്ള മനോഹരമായ മയൂര നൃത്തം ഇനി ഇവിടെ നിത്യകാഴ്ചയായിരിക്കും. ദേശീയ പക്ഷിയായ മയിലുകൾ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ചൂലന്നൂർ പീഫോൾ സാങ്ച്വറി. പാലക്കാട്ടുകാരനായ പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്ന കെ നീലകണ്ഠൻ്റെ സ്മരണാർത്ഥമാണ് ഈ പക്ഷി സങ്കേതം സ്ഥാപിച്ചിരിക്കുന്നത്. 2007 ജനവാസ മേഖലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ജൈവ വൈവിധ്യ തുരുത്ത് ഒരു സാങ്ച്വറിയാക്കി സംരക്ഷിക്കപ്പെടുന്നത്. കേരളത്തിലെ തന്നെ ഒരേ ഒരു മയിൽ സങ്കേതമാണ് ഈ ചൂലന്നൂർ മയിൽ സങ്കേതം എന്ന് പറയുന്നത്. 3.42 സ്ക്വയർ കിലോമീറ്ററിൽ ചെറിയൊരു വിസ്തൃതിയുള്ള ഒരു മയിൽ സങ്കേതമാണ്, ഒരു പക്ഷി സങ്കേതമാണിത്. ഇത് 2007 ഇത് പക്ഷി സങ്കേതമായിട്ട്, മയിൽ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. മയിലിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു വാസസ്ഥലമാണ്. ഒരു ഡ്രൈ ഡെസിഡ്യൂസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ്. കുറ്റിക്കാടുകളാണ് കൂടുതലും, വലിയ ഉയരം ഉള്ള മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ കുറേ പാറക്കൂട്ടങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മയിലിന് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെയുള്ളത്. മയിലുകൾക്ക് പുറമെ 75-ലധികം വിവിധയിനം പക്ഷികളും 15ഓളം ചെറു സസ്തനികളും 300-ലധികം സസ്യലതാദികളും ഇവിടെയുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടെ എത്തുന്നവർക്കാണ് കാടിൻ്റെ പശ്ചാത്തലത്തിൽ മയിൽ ചന്തം ആസ്വദിക്കാൻ കഴിയുകയെന്നാണ് ഫോറസ്റ്റ് വാച്ചർ ചന്ദ്രൻ പറയുന്നത്. ഉള്ളത് പന്നി, മയിൽ, ഉടുമ്പ്, മുള്ളംപന്നി, അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും, ചെറിയ ഐറ്റം മൃഗങ്ങളും എല്ലാം മയിൽ സങ്കേതത്തിലുണ്ട്. പിന്നെ കൂടുതൽ മയിലിനെ കാണണമെങ്കിൽ രാവിലെ നേരമേ വന്നാലേ കാണാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ 4 മണിക്ക് ശേഷം. നമ്മൾ കൂടുതൽ ചൂട് സമയങ്ങളിലാണെങ്കിൽ മയിൽ ഇവിടെ കാണാൻ സാധ്യത കുറവാണ്. വലിയ വന്യമൃഗങ്ങളോ അപകടം പിടിച്ച കയറ്റിറക്കങ്ങളോ ഇല്ലാത്ത ഒരു ചെറു വനമേഖലയാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. അതുകൊണ്ട് തന്നെ കാനന ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുരക്ഷിതമായ ഒരു വനയാത്രയ്ക്ക് അനുയോജ്യമായ പ്രദേശമാണ് ഇത്. വേനലിൽ അടച്ച മയിൽ സങ്കേതം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സന്ദർശകർക്ക് തുറന്നു നൽകും. ചിരപരിചിതരായ മയിലുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണെങ്കിലും ചെറുതും വലുതുമായ സസ്യജന്തുജാലങ്ങളുടെ സംരക്ഷണം കൂടി ഉറപ്പാക്കുന്ന ഈ മയിൽ സങ്കേതം സമ്പുഷ്ടമായ ഒരു ജൈവ വൈവിധ്യ മേഖല കൂടിയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്.